ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ പലരും ഈ പറയുന്ന CPO, WCP എക്സാമിനേഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ റിസൾട്ടിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണും അല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്ത് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ പറയുന്ന WCPയുടെയും CPയുടെയും മറ്റ് പരീക്ഷകളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഡിസ്കഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുൻ വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം പരീക്ഷ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുറവ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരുന്നു അല്ലേ. ഈ പറയുന്ന തിരുവനന്തപുരം എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ ഏകദേശത്താണ് 14,411 പേരാണ് എന്ത് ചെയ്യുന്ന കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പത്തനംതിട്ടയിൽ 10,233 പേര്, ഇടുക്കിയിൽ 7,684 പേര്, എറണാകുളത്ത് 9,912 പേര്, തൃശ്ശൂരിൽ 9,463 പേര്, മലപ്പുറത്ത് 13,330 പേര്, കാസർഗോഡ് 9,199 പേര്. ആകെ നോക്കുകയാണെങ്കിൽ 74,232 പേരാണ് എന്ത് ചെയ്യുന്നത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും അറിയാം, ഒരു പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാവരും ഈ പറയുന്ന പരീക്ഷയിൽ അപ്പിയർ ചെയ്തു എന്ന് വരില്ല അല്ലേ. ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാതെ മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റാതെ ഉദ്യോഗാർത്ഥികളും കാണും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 74,000 പേരെന്നോ അതിൽ കുറച്ച് പേര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ പറയുന്ന പരീക്ഷ എഴുതി കാണാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇനി വനിതാ പോലീസ് കോൺസ്റ്റബിളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം എത്രയാണ് ഈ പറയുന്ന 94,464 പേര്. അതേപോലെ തന്നെ 920 പേരാണ് ഈ പറയുന്ന മൗണ്ടഡ് പോലീസിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 692 പേരാണ് ഈ പറയുന്നത് ബാൻഡിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബാംഗ്ലൂർ ഡംബർ പോലീസിലേക്ക് എന്ത് ചെയ്യുന്നത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രത്തോളം പേരൊന്നും ഈ പറയുന്ന പരീക്ഷയിലേക്ക് അപ്പിയർ ചെയ്തെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇതിൽ കുറവായിരിക്കും എന്ത് ചെയ്ത് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം പോലുള്ള മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ എന്താണ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. എന്നാൽ ചോദ്യങ്ങളൊക്കെ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ PSC പരീക്ഷാ സമ്മിശ്രമായിരുന്ന ഉദ്യോഗാർത്ഥികൾ പൊതുവിജ്ഞാന മേഖലയിൽ പകുതിയോളം ചോദ്യങ്ങൾ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്നവയായിരുന്നുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭൂമിശാസ്ത്രം ഉൾപ്പെടെ പല മേഖലകളിൽ +2 വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പുതുമയുള്ള ചോദ്യം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റിയിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന മലയാള ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പിന്നണി ഗാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരുന്നു, ആദ്യത്തെ പിന്നണി ഗാനം വന്നിട്ടുണ്ടായിരുന്നു, ഏത് സിനിമയിലാണെന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഈ പറയുന്ന ചില ആളുകളെ സംബന്ധിച്ചെങ്കിലും ഇച്ചിരി പുതുമയുള്ള ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാണാറുണ്ടായിരുന്നുള്ളതാണ്. പിന്നെ ഏകദേശം ഒരു കട്ട് ഓഫ് ആയിട്ട് പലപ്പോഴും പറയുന്നത് ഈ പറയുന്ന 49-59 ഇടയ്ക്കായിട്ടാണ്. നമുക്ക് എങ്ങനെയായാലും ഈ പറയുന്ന രീതിയിലൊരു 53 അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ 60 ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യും പ്രതീക്ഷിക്കാം. ഒരു +or -2 കൺസിഡർ ചെയ്താൽ 53 എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ ഒരു 50 അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു 55 നമുക്ക് എന്ത് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. വെച്ചാലനുസരിച്ച് എന്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ 50-ന് മുകളിലോട്ടാണെങ്കിൽ 50 അല്ലെങ്കിൽ ഈ പറയുന്ന 52 അടുപ്പിച്ചൊക്കെ ഈ പറയുന്ന ഒരു മാർക്ക് മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന രീതി ഫിസിക്കലിനെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. പിന്നെ WCPയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 59 അല്ലെങ്കിൽ പറയുന്ന ഒരു 60 ആ റേഞ്ചിന് അടുപ്പിച്ചൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് കണക്ക് കൂട്ടി നോക്കുക. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന ഒരു റേഞ്ചിനിടയിലൊക്കെ നിങ്ങൾ വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ഈ പറയുന്ന ഫിസിക്കലിലേക്കുള്ള പ്രിപ്പറേഷൻസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ നിന്നൊക്കെ ഔട്ട് ആവുന്നത് ഈ പറയുന്ന പരീക്ഷയിലില്ല, പ്രധാനമായിട്ട് ഈ പറയുന്ന രീതി ഫിസിക്കലിലാണെന്നുള്ളതാണ്. ഈ പറയുന്ന അവരുടെ ട്രെയിനിങ്ങിനൊക്കെ കുറവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് നിന്ന് ഔട്ടായി പോകുന്നത്. നമ്മൾ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റിന്റെ ഒക്കെ പരീക്ഷ നമ്മൾ കണ്ടതാണ്, ഒരുപാട് പേര് ഔട്ടായി പോകുന്നത് ഈ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഓട്ടമായാലും അതേപോലെ ഷോർട്ട് പുട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും റോപ്പുമായി ബന്ധപ്പെട്ടതായാലും ലോങ് ജമ്പ് ആയാലും ഹൈ ജമ്പ് ആയാലും അല്ലേ, അപ്പോൾ അതല്ല അതിൽ ത്രോ ബോൾ ആയാലും എന്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയുന്നത് ഈ പ്രാക്ടീസ് മറ്റു കാര്യം മുടക്കണ്ട. അതായത് ഈ പറയുന്നതിൽ ഏകദേശം ഒരു മാർഗേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കയറുമോ ഇല്ലയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും നിങ്ങൾ ഈ പറയുന്ന പ്രിപ്പറേഷൻസ് മുടക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടാണ് ഈ പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി പരീക്ഷകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ ഒക്കെ പരീക്ഷ ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി അതിൻ്റെ ഹാൾ ടിക്കറ്റ് എല്ലാം ഔട്ട് ആയിട്ടുണ്ട്. പല ആളുകൾക്ക് ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫയർമാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുപോയി അതുപോലെ പഠനത്തിൽ എന്ത് ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഫയർമാൻ്റെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്നത് ഇതുകൊണ്ട് ഒരിക്കലും ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനുവേണ്ടി ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ എന്തെല്ലാം വന്നിട്ടുണ്ടോ അതെല്ലാം ഒന്ന് മാറ്റി ഇച്ചിരിയും കൂടെ പോളിഷ് ചെയ്ത് മുന്നോട്ടേക്ക്
പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പോലീസ് ഡ്രൈവറിന്റെ ഒക്കെ. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പഠിക്കാനും എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പോലീസ് ഡ്രൈവറിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASLB അക്കാഡമിയിൽ നമ്മൾ ഈ പറയുന്ന പോലീസ് ഡ്രൈവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ബാച്ചുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ്, എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, അതിന്റെ നോട്ടുകൾ എങ്ങനെയാണ്, ക്ലാസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു കട്ട് ഓഫ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്നുള്ള എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ സംശയങ്ങൾ മറ്റു കാര്യങ്ങൾ താഴെ കമന്റായിട്ട് അറിയിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. നമ്മൾ അതിനെല്ലാം എന്ത് ചെയ്യും, നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അതേപോലെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഈ വട്ടം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇനി അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇച്ചിരിയും കൂടെ ഹാർഡ് വർക്ക് ചെയ്യുക, ഇച്ചിരി കൂടെ പോളിഷ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഇനി ഒരുപാട് ഈ പറയുന്ന അവസരങ്ങൾ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. സ്റ്റേ മോട്ടിവേറ്റഡ്.